നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ചാണ്. പക്ഷെ അതിന്റെ തലവേദനയോ അത് വലുതാണ്. അതെ, പേൻ ശല്യം. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു സാധാരണ പ്രശ്നമാണിത്. പേടിച്ച് മുഖം ചുളിക്കണ്ട, ഇതിനൊരു സിമ്പിൾ പരിഹാരമുണ്ട്. നമ്മുടെ ഇന്നത്തെ താരം മെഡിലൈസ് ക്രീം. പേനുകളെ പേടിച്ചിനി ഉറക്കം കളയണ്ട, മെഡിലൈസ് ഉള്ളപ്പോൾ. എന്താണ് മെഡിലൈസ് ക്രീം? അപ്പോൾ എന്താണ് ഈ മെഡിലൈസ് ക്രീം? ഇത് തലയിലെ പേൻ ശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. സാധാരണയായി കുട്ടികളിലാണ് പേൻ ശല്യം കൂടുതൽ കാണുന്നതെങ്കിലും മുതിർന്നവർക്കും ഇത് വരാം. മെഡിലൈസ് ക്രീമിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പെർമെത്രിൻ എന്നൊരു ഘടകമാണ്. ഇത് പേനുകളെയും അതിന്റെ മുട്ടകളെയായ ഈരുകളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഒരു രാസവസ്തുവാണ്. പേനുകളുടെ നാഡീവ്യവസ്ഥയെയാണ് ഇത് ബാധിക്കുന്നത്. അങ്ങനെ അവയെ നശിപ്പിക്കുന്നു. ഒരു ആന്റിലൈസ് ഹീറോ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. എന്തിനാണിത് ഉപയോഗിക്കുന്നത്? മെഡിലൈസ് ക്രീം പ്രധാനമായും ഉപയോഗിക്കുന്നത് തലയിലെ പേനുകളെയും ഈരിനെയും നശിപ്പിക്കാൻ. പേനുകളും അവയുടെ മുട്ടകളായ ഈരുകളും തലയിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. തലചൊറിച്ചിൽ കുറയ്ക്കാൻ. പേൻ ശല്യമുണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തലചൊറിച്ചിൽ. ഈ മരുന്ന് പേനുകളെ നശിപ്പിക്കുന്നതിലൂടെ ചൊറിച്ചിലിന് ആശ്വാസം നൽകുന്നു. പേൻ ശല്യം പടരുന്നത് തടയാൻ. ഒരു വീട്ടിൽ ഒരാൾക്ക് പേനുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെഡിലൈസ് ഉപയോഗിക്കുന്നതിലൂടെ ഇത് തടയാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശ്രദ്ധിച്ചു കേൾക്കുക. മുടി നനയ്ക്കുക. ആദ്യം നിങ്ങളുടെ മുടി സാധാരണ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക. പിന്നീട് ടവൽ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുക. മുടി ചെറുതായി നനഞ്ഞിരിക്കണം, എന്നാൽ വെള്ളം ഒലിപ്പിക്കരുത്. ക്രീം പുരട്ടുക. മെഡിലൈസ് ക്രീം ആവശ്യത്തിനെടുത്ത് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ചു പിടിപ്പിക്കുക. മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ ക്രീം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ചെവിയുടെ പിന്നിലും കഴുത്തിന്റെ പിൻഭാഗത്തും കൂടുതൽ ശ്രദ്ധ നൽകുക. കാരണം പേനുകൾ അവിടെ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് കാത്തിരിക്കുക. ക്രീം പുരട്ടിയ ശേഷം 10 മിനിറ്റ് നേരം അതുപോലെ വെക്കുക. ഈ സമയത്താണ് പെർമെത്രിൻ പേനുകളിൽ പ്രവർത്തിച്ച് അവയെ നശിപ്പിക്കുന്നത്. ഒരു ടൈമർ കാണിക്കുന്നത് നല്ലതാണ്. കഴുകിക്കളയുക. 10 മിനിറ്റിന് ശേഷം മുടി നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഒരു ഷാംപൂ ഉപയോഗിച്ച് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. ചീപ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്യുക. മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കൂടെ നൽകിയിട്ടുള്ള ഈര് ചീപ്പ് ഉപയോഗിച്ച് മുടി നന്നായി ചീകുക. ഇത് ചത്ത പേനുകളെയും അവയുടെ മുട്ടകളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. ഓരോ തവണ ചീകുമ്പോഴും ചീപ്പ് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നത് നല്ലതാണ്. ഉണക്കുക. മുടി സാധാരണ പോലെ ഉണക്കുക. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അഥവാ ശ്രദ്ധിക്കേണ്ടവ. ഒറ്റത്തവണ ഉപയോഗം. മിക്കവാറും മെഡിലൈസ് ക്രീം ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതിയാകും. പക്ഷേ 7-10 ദിവസങ്ങൾക്ക് ശേഷം ഈരുകൾ വിരിഞ്ഞ് പേനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ടാമതൊരു തവണ കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കണ്ണിൽ പോകാതെ ശ്രദ്ധിക്കുക. ക്രീം കണ്ണിൽ പോകാതെ ശ്രദ്ധിക്കുക. അഥവാ പോകുകയാണെങ്കിൽ ഉടൻ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. ഗർഭിണികളും കുട്ടികളും. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. 2 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലും ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഉപയോഗിക്കരുത്. പാർശ്വഫലങ്ങൾ. സാധാരണയായി കാര്യമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാറില്ല. ചിലപ്പോൾ തലയോട്ടിയിൽ ചെറിയ ചൊറിച്ചിലോ ചുവപ്പോ നീറ്റലോ അനുഭവപ്പെടാം. ഇത് സാധാരണമാണ്. എന്നാൽ അമിതമായ അസ്വസ്ഥതകളോ അലർജിയോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ മരുന്ന് കഴുകിക്കഴിഞ്ഞ് ഡോക്ടറെ സമീപിക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. എപ്പോഴും ഒരു ഡോക്ടറെയോ ഫാർമസിസ്റ്റിനെയോ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് ഉപയോഗിക്കുക. പേൻ ശല്യം തടയാൻ എന്തു ചെയ്യണം? പേൻ ശല്യം വന്നാൽ മാത്രം പോരാ, അത് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. ചില സിമ്പിൾ ടിപ്സുകൾ. വ്യക്തിഗത സാധനങ്ങൾ പങ്കുവെക്കാതിരിക്കുക. ചീപ്പ്, ടവൽ, തൊപ്പി, ഹെയർ ബാൻഡ് തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒഴിവാക്കുക. മുടി വൃത്തിയായി സൂക്ഷിക്കുക. മുടി പതിവായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. നീളമുടി കെട്ടിവെക്കുക. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നീളമുള്ള മുടിയാണെങ്കിൽ അത് കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക. തലയൊട്ടി പരിശോധിക്കുക. ഇടയ്ക്കിടെ കുട്ടികളുടെ തലയോട്ടിയിൽ പേനുകളോ ഈരുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂട്ടുകാരെ, പേൻ ശല്യം ഒരു വലിയ പ്രശ്നമല്ല. മെഡിലൈസ് പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇത് മാറ്റിയെടുക്കാം. ഏറ്റവും പ്രധാനം പേൻ ശല്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. നാണക്കേട് വിചാരിച്ച് ഇതൊളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.